നമസ്കാരം. രാഷ്ട്രീയമായി എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് രാഷ്ട്രീയമായി തന്നെ നേരിടുകയാണ് സാധാരണഗതിയിൽ ആരോഗ്യപരമായ കാര്യം. പക്ഷേ അതിന് പ്രതികാര രാഷ്ട്രീയ നടപടി അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പിന്നിൽ നിന്ന് വലിച്ചിടാനുള്ള ശ്രമമൊക്കെ കാട്ടുന്നത് അല്ലെങ്കിൽ അധികാരം ഉപയോഗിച്ച് ആ പാർട്ടിയെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയായ ഒരു കാര്യമായി തോന്നുന്നില്ല. കിഴക്കമ്പലത്തെ 2020 കാര്യമാണ് പറയുന്നത്. 2020 ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ടല്ല, ഒരു ജനകീയ പാർട്ടിയായിട്ടാണ് 2020 മുമ്പോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും വലിയ ഒരു ജനകീയത പാർട്ടിക്ക് ഇപ്പോൾ തന്നെയുണ്ട്. പാർട്ടിയുടെ ടിക്കറ്റിൽ മത്സരിച്ചാൽ ഏത് മേഖലയിലാണെങ്കിലും ജയിക്കാൻ പറ്റും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കൊക്കെ തന്നെ 2020 നടത്തിയ വലിയ കുതിച്ചുകയറ്റം നമ്മളെല്ലാവരും കണ്ടതാണ്. ന്യായമായ കാര്യങ്ങൾക്ക് വേണ്ടി ന്യായമായി നിലകൊള്ളുന്ന ഒരു പാർട്ടിയായിട്ട്, രാഷ്ട്രീയ സംഘടനയായിട്ട് കണക്കാക്കാൻ സാധിക്കില്ലെങ്കിലും ഒരു കൂട്ടായ്മയാണ് 2020. ഈ 2020യുടെ സമ്മേളനത്തിന് അനുമതി നിഷേധിച്ചു. അതായത് നവകേരള സദസ്സിന് അനുമതി കൊടുത്ത അതേ സ്ഥലത്ത് അനുമതി നിഷേധിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവിറക്കി. എന്താണ് 2020യുടെ സമ്മേളനം അവിടെ നടന്നാൽ നവകേരള സദസ്സ് നടക്കാം, പക്ഷേ 2020യുടെ സമ്മേളനം നടന്നുകൂടാ എന്നുള്ള ഒരു പിടിവാശി സർക്കാരിന് എന്തിനാണ്? ഈ നടപടി ഇപ്പോൾ ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നു. എറണാകുളം ജില്ലയിലെ പൂതൃക്ക പഞ്ചായത്തിലുള്ള കോലഞ്ചേരി സെൻറ്റ് പീറ്റേഴ്സ് ഗ്രൗണ്ടിൽ 21-ാം തീയതി വൈകിട്ടാണ് സമ്മേളനം നടത്താൻ ഇപ്പോൾ അനുമതി നൽകിയിട്ടുള്ളത്. സമ്മേളനം തടസ്സപ്പെടുത്താൻ ശ്രമിക്കുകയോ സംഘാടകരെ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്യരുതെന്ന് എറണാകുളം ജില്ലാ പോലീസ് മേധാവി, ഡിവൈഎസ്പി, CI, SI എന്നീ ഉദ്യോഗസ്ഥർക്ക് ജസ്റ്റിസ് A. രാജവിജയരാഘവനാണ് നിർദ്ദേശം നൽകിയത്. മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സ് നടന്ന വേദിയിൽ മറ്റുള്ളവർക്ക് കാര്യപരിപാടികൾ നടത്താൻ അനുമതി നിഷേധിക്കുന്നത് ഭരണഘടന അനുശാസിക്കുന്ന തുല്യനീതിയുടെ ലംഘനമാകുമെന്നും കോടതി ചൂണ്ടിക്കാട്ടി. മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സ് എവിടെ വേണമെങ്കിലും നടത്താം, എന്തും പൊളിച്ചു മാറ്റിക്കൊണ്ട് ബസ്സകത്ത് കയറ്റാം, എന്തിനു വേണ്ടിയും എന്തും ചെയ്യാം. ആ ഒരു രീതി ആയിരുന്നല്ലോ. പക്ഷേ ഒരു സാധാരണഗതിയിലുള്ള ഒരു സമ്മേളനം നടത്താൻ എന്തുകൊണ്ട് അവിടെ അനുമതി കൊടുക്കുന്നില്ല എന്നുള്ള ചോദ്യമാണ് ഹൈക്കോടതി ചോദിച്ചത്. ചില സ്വാധീനമുള്ള വ്യക്തികളുടെ താൽപ്പര്യത്തിന് വഴങ്ങി ഒരു വിധത്തിലും സമ്മേളനം നടത്താൻ അനുവദിക്കില്ലെന്ന് അധികാരികൾ തീരുമാനിച്ചിരുന്നതായിട്ടാണ് ഹർജി നൽകിയവർ ആരോപിക്കുന്നത്. സമ്മേളനം നടത്താൻ നിശ്ചയിച്ചിരുന്ന മൈതാനത്തിന്റെ ഒരു ഭാഗം റവന്യൂ പുറമ്പോക്ക് ഭൂമിയാണെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു തടസ്സവാദം. നവകേരള സദസ്സ് നടന്നപ്പോൾ ഇതൊന്നും ബാധകമേ അല്ലായിരുന്നു. 10,000 രൂപ ഈടാക്കി കോളേജ് പ്രിൻസിപ്പൽ സമ്മേളനത്തിന് മൈതാനം ഉപയോഗിക്കാൻ അനുമതി നൽകുകയും ചെയ്തു. തുടർന്ന് സമ്മേളനത്തിൽ മൈക്ക് ഉപയോഗിക്കുന്നതിന് പുത്തൻകുരിശ് സബ് ഡിവിഷണൽ ഓഫീസും അനുമതി നൽകി. എന്നാൽ സമ്മേളനം നടത്താൻ അനുമതി നൽകുന്നതിനെ ആ ഒരു വാദത്തെ സർക്കാർ എതിർക്കുകയായിരുന്നു. കോളേജ് ഗ്രൗണ്ടിൻ്റെ കുറച്ച് ഭാഗം റവന്യൂ പുറമ്പോക്ക് ഭൂമിയാണ്. തുടർന്ന് റവന്യൂ വകുപ്പിൽ നിന്നുകൂടി അനുമതി വാങ്ങാൻ സംഘാടകരോട് പറയുന്നു. ഇതാണ് എങ്ങനെയെങ്കിലും തടസ്സപ്പെടുത്തണം, അത് ആ സമ്മേളനം അവിടെ നടത്തരുത്, അതിനാണ്. അതുപോലെ സബ് ഡിവിഷണൽ ഓഫീസിൽ നൽകിയ നിവേദനത്തിലാണ് സ്വകാര്യ ഭൂമിയിലാണ് സമ്മേളനം നടത്തുന്നത് എന്ന് പറഞ്ഞത്. പക്ഷേ ഇത് വാസ്തവ വിരുദ്ധമാണ്, സ്വകാര്യ ഭൂമി അല്ല ഇതാണെന്ന് സർക്കാർ പറഞ്ഞു. സമ്മേളനം നടത്തുന്നതിന് അനുമതി നിഷേധിച്ചുകൊണ്ടുള്ള സർക്കാർ വാദങ്ങൾ നിലനിൽക്കുന്നതല്ല എന്ന് കോടതി വിധിന്യായത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. സംഘം ചേരാനും സമാധാനപരമായി തങ്ങളുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനും ഭരണഘടന എല്ലാവർക്കും ഒരേ അവകാശമാണ് നൽകുന്നത്. അതാണ് ജനാധിപത്യത്തിൻ്റെ അന്തസ്സത്ത എന്നായിരുന്നു കോടതിയുടെ നിരീക്ഷണം. കോളേജ് മൈതാനത്ത് സമ്മേളനം നടത്താൻ സംഘാടകർ ആവശ്യമായ അനുമതികൾ നേടിയിട്ടുണ്ട്. അവിടെ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള പരിപാടി നടത്തിയത് എന്നതും നിഷേധിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അവിടെ സമ്മേളനം നടത്തുന്നതിനെ വിലക്കുന്ന നടപടി നീതിന്യായ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ ശരിയല്ല എന്നുകൂടി കോടതി വ്യക്തമാക്കി. ഒരേ സ്ഥലത്ത് മുഖ്യമന്ത്രിയുടെ സമ്മേളനം നടത്താം, എന്നാൽ റവന്യൂ പുറമ്പോക്ക് ഭൂമിയൊക്കെയുള്ള ആ പ്രദേശത്ത് 2020യുടെ സമ്മേളനം നടത്താൻ പാടില്ല എന്നത് അത് നീതികേടല്ലേ, അല്ലെങ്കിൽ അത് ഒരുതരം പക്ഷപാതിത്വമല്ലേ, ശരിയായൊരു നടപടിയാണോ എന്നതായിരുന്നു ഹൈക്കോടതിയുടെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം.